കാത്തുകാത്തിരുന്ന റജബ് മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറെ മഹത്വങ്ങൾ നൽകി ആദരിച്ചൊരു മാസം, അള്ളാഹുവിൻ്റെ മാസമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ഏറെ മഹിതമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ഒരു മാസം. ഈ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടത്, ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത്, അള്ളാഹുവിൻ്റെ തൃപ്തി വാങ്ങിയെടുക്കാൻ ഞാൻ പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. കൃത്യമായി ശ്രദ്ധയോടെ ഈ മാസത്തെ പരിഗണിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപത്തിനർഹരായ ശപിക്കപ്പെട്ടവരായി നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്, ഓരോ കാര്യങ്ങളും വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് റജബ് മാസത്തിലെ ആദ്യത്തെ രാത്രി അത്ഭുതങ്ങളുടെ കലവറയാണ്. ചൊല്ലേണ്ട ദിക്ർ എന്താണ്, ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പഠിച്ചതുപോലെ സന്തോഷമാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും രോഗമാണെങ്കിലും ചിരി വിടരട്ടെ, ചിരി വരട്ടെ, ചിരി വന്നുകൊണ്ട് പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു അഹംദിലായി ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന റമളാൻ ഇങ്ങനെ അടുത്ത് വരികയാണല്ലേ നമ്മളിലേക്ക്. റമളാൻ എത്ര പെട്ടെന്നാണ് ഒരു റമളാൻ കഴിഞ്ഞു പോയത്. അടുത്ത റമളാൻ നമ്മളിലേക്ക് വരികയാണ്. അള്ളാഹുവേ, റമളാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാ. ഈ റമളാനിനെ നമുക്കേറെ അനുകൂലമാക്കി തീർക്കാൻ സഹായിക്കുന്ന 2 മാസങ്ങളാണ് റജബും ഷഅബാനും. റജബും ഷഅബാനും കൃത്യമായി ഉപയോഗിച്ചവർക്ക് റമളാൻ വളരെ നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് റജബിന് ഷഅബാനും അള്ളാഹ് നമുക്ക് തന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള മാസങ്ങളാണ് ഇല്ലേ. ഇവിടെ വിത്തെറിഞ്ഞ് വെള്ളമൊഴിച്ച് റമളാനിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയണം. റമളാൻ വിളവെടുപ്പിൻ്റെ കാലമാണ്. വെറുതെ പോയിട്ട് വിളവെടുക്കാൻ പറ്റൂലല്ലോ. റജബിലും ഷഅബാനിലും വിത്തെറിഞ്ഞ് നന്നായി ഉഴുതുമറിച്ച് അതിങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ റമളാനിൽ പോയിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ. നാളെ നിലാവ് കണ്ടാൽ റജബ് 1 നമ്മൾ കടക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുകൂലമായ റജബും ഷഅബാനും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിനെ നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏറെ ബഹുമാനിച്ചൊരു മാസമാണ്. 4 മാസങ്ങളിൽ പ്രത്യേകിച്ച് യുദ്ധം ഹറാമായതുകൊണ്ട് തന്നെ വലിയ ബഹുമാനം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് ഇസ്ലാമിൻ്റെ കാലം മുമ്പ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുമ്പ് തന്നെ, ഇസ്ലാമിൻ്റെ കാലം എന്നല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, അതിന് മുൻപ് തന്നെ കുറേശികൾക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത്. ഈ പ്രത്യേകിച്ച് ഈ 4 മാസം യുദ്ധം ഹറാമായ മാസമാണ്. ഇത്തരം അള്ളാഹ് ആദരിച്ച മാസങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എന്ത് നന്മ ചെയ്താലും അതിന് ഇരട്ടിക്കിരട്ടി പ്രതിഫലമാണ്. ഒരു നിസ്കാരമാണെങ്കിൽ അതിന് എത്രയോ നിസ്കാരങ്ങളുടെ പ്രതിഫലം, ഒരു നന്മയ്ക്ക് എത്രയോ ഇരട്ടി പ്രതിഫലം. കാരണം അള്ളാഹ് ബഹുമാനിച്ച സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇന്ന് നമ്മൾ ജമാഅത്തുൽ ആഖിറിലെ സ്വബാഹുൽ ഖൈറിലാണ് ഇരിക്കുന്നത്. ഒരു ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ റജബിലെ സ്വബാഹുൽ ഖൈറിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഉള്ള സ്വബാഹുൽ ഖൈറിൻ്റെ ഇരട്ടി പ്രതിഫലം റജബിലെ സ്വബാഹുൽ ഖൈറിന് ലഭിക്കും. കാരണം അള്ളാഹ് ബഹുമാനിച്ച സമയത്തുള്ള നന്മയ്ക്ക് ഇരട്ടി പ്രതിഫലമാണ്. അതുപോലെ തന്നെ അള്ളാഹ് ബഹുമാനിച്ച സമയത്തെ അനാദരിക്കലും അവിടെ തിന്മ ചെയ്യലും ഇരട്ടി അദാബിന് കാരണമാവും. എന്തിനേറെ നമ്മുടെ ഈമാൻ വരെ തെറ്റിപ്പോകാൻ കാരണമാവും. അള്ളാഹ് ബഹുമാനിച്ചതിനെ അനാദരിക്കുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്നേ, ഒരു സംശയം അതിൽ വേണ്ട. ഖുർആനിൽ അള്ളാഹ് പറയുന്നില്ലേ, ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാൻ്റെ ചിഹ്നങ്ങളോടൊരു ആദരവ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലേ അത് തഖ്വയുടെ അടയാളമാണ്. അള്ളാൻ്റെ ചിഹ്നം വരുമ്പോൾ, റജബ് വരുമ്പോൾ, മറ്റ് അള്ളാഹ് ബഹുമാനിച്ച സമയങ്ങൾ വരുമ്പോൾ, അള്ളാഹ് ബഹുമാനിച്ച സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിലോട്ട് വല്ലാത്തൊരു സന്തോഷം, ഒരു ആദരവ് അതിനോട് തോന്നുക. ഇത് ഈമാനിൻ്റെ തഖ്വയുടെ അടയാളമാണെന്ന് ഖുർആൻ. അപ്പോൾ നമുക്ക് ഈ മാസത്തിൽ നമ്മൾ അനാദരവ് കാണിക്കുകയാണെങ്കിൽ, ഈ റജബിനെ നിന്ദിക്കുകയാണെങ്കിൽ തഖ്വയുള്ളവരിൽ നിന്ന്, ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു മഹത്വം, ഇത് ഷഹറുള്ളയാണ്, അള്ളാൻ്റെ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, റജബുൻ ഷഹറുല്ലാഹ് വ ശഅബാനു ഷഹ്രി വ റമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാൻ്റെ മാസമാണ്, ഷഅബാൻ എൻ്റെ മാസമാണ്, റമളാൻ അത്
ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. അപ്പോൾ അള്ളാൻ്റെ മാസം നാഖത്തുല്ലാ, അള്ളാൻ്റെ ഒട്ടകം എന്ന് ഖുർആനിലുണ്ട്. റസൂലുല്ലാ, അള്ളാൻ്റെ റസൂൽ എന്ന് ഖുർആനിലുണ്ട്. അതുപോലെ അള്ളാഹുവിലേക്ക് ചേർത്തു പറഞ്ഞ ഷഹറുല്ലാ റജബാണ്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ മാസത്തിൽ അവൻ്റെ അടിമകൾക്ക് ഇങ്ങനെ പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കണ നിമിഷം, ഉദ്ഉനി, എന്നെ വിളിക്ക്, എന്നെ ചോദിക്ക് എന്ന് പറഞ്ഞിരിക്കണ നിമിഷത്തിൽ അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് കൈ ഉയർത്താൻ പറ്റിയ നിമിഷം നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. അതുപോലെ മറ്റൊന്ന്, നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം, മുത്തുനബിയുടെ ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ രാവ് ഈ പറയുന്ന റജബിലാണ്. കാരണം എന്താ, അവിടെ നിന്ന് ഏറെ ഒറ്റപ്പെട്ട് നിന്നൊരു സന്ദർഭം, എല്ലാവരും വിട പറഞ്ഞ സന്ദർഭം, നാട്ടുകാർ ഹബീബായ തങ്ങൾക്കെതിരായ സന്ദർഭം. ആ നിമിഷത്തിൽ ലോകരക്ഷിതാവായ റബ്ബുൽ ആലമീൻ അവൻ്റെ അടുക്കലേക്ക് വിളിച്ച മനോഹരമായ നിമിഷം. അള്ളാഹുവിങ്കിലേക്ക് ചെല്ലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. സ്വർഗവും നരകവും ആകാശങ്ങൾക്കപ്പുറമുള്ള അത്ഭുത ലോകവും സിദ്റത്തുൽ മുന്തഹയും ബഹറുന്നൂറും ഒക്കെ കണ്ടിട്ട് രാജസന്നിധിയിലേക്ക്, ജിബ്രീലിന് പോലും കടക്കാൻ പറ്റാത്ത രാജസന്നിധിയിലേക്ക് നടപ്പ് നടന്നിങ്ങനെ പോവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യവാനായ തമ്പുരാനെ ഇങ്ങനെ കൺകുളിർക്കെ കാണുമ്പോൾ അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാതു ലില്ലാഹ്, യാ റബ്ബി, സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയ നിമിഷം എൻ്റെ ഹബീബിനെ അള്ളാഹു ചേർത്ത് പിടിച്ച്, അടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിച്ച പ്രത്യേക സന്ദർഭം ഈ റജബ് മാസത്തിലാണ്. നമുക്കുണ്ട് അങ്ങനെയുള്ളൊരു സന്ദർഭം, അത് നമ്മുടെ നിസ്കാരത്തിലാണ്. ആ നിസ്കാരത്തിൽ ആ സന്ദർഭം അനുഭവിക്കാനുള്ള പണികളാണ് നമ്മൾ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ മറ്റൊരു പ്രത്യേകത, നിസ്കാരം നിർബന്ധമായ മാസമാണ്. നിസ്കാരം, വുദു, ഇതിൻ്റെയൊക്കെ ആനിവേഴ്സറിയാണ് ഏത്, റജബ് മാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ആനിവേഴ്സറി ആകുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ നമ്മൾ പരിഗണിക്കണ്ടേ, കൂടുതൽ നിസ്കരിക്കുക, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പണികളൊക്കെയാണ് ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഈ റജബ് മാസത്തിൽ നോമ്പിന് വലിയ പ്രത്യേകതയുണ്ട്. കാരണം റമളാനിന് മുൻപ് വരുന്ന ഈ മാസത്തിൽ നോമ്പെടുത്തൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു, റജബിലെ ഒരു നോമ്പ് 60 വർഷത്തെ ആരാധനയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഒരു ദിവസം നോമ്പ് പിടിച്ചാൽ 60 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു തരും. സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. ഒറ്റ ദിവസം റജബിലെ നോമ്പ് ആ ഇഖ്ലാസോടെ എടുക്കണം കേട്ടോ. കേവലം നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കണ അല്ലാന്ന് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ. വെറുതെ പട്ടിണി കിടന്ന് എല്ലാവരുടെയും കുറ്റവും കുറവും പറഞ്ഞ് കിടന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ വെറുതെ പട്ടിണി കിടന്നുറങ്ങി ഒരു ഇബാദത്തുമില്ല. നോമ്പിൻ്റെതായ ഒരു ജീവനില്ലാത്ത നോമ്പ്, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ജീവനുള്ള ജീവസുറ്റ നോമ്പാണ് നമ്മുടേതെങ്കിൽ 60 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി നമുക്കുണ്ട് എന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് കാണാം, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, റജബിലെ 15 നോമ്പ് നിങ്ങൾ ആരെങ്കിലും അനുഷ്ഠിച്ചാൽ ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലേ, നാളെ മഹ്ശറിൽ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ, വിചാരണക്കെടുക്കുമ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ റജബിലെ 15 നോമ്പ് അനുഷ്ഠിച്ച മനുഷ്യർക്ക് വിചാരണ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അത്രേ. സുബ്ഹാനക്. മറ്റൊന്ന്, റജബിലെ 30 നോമ്പാണെങ്കിലും അനുഷ്ഠിച്ചാൽ കച്ചബഹുല്ലാഹു ലഹു റിദ്വാനു വലം യുഅദ്ദിബുഹു, അള്ളാഹു അവൻ്റെ തൃപ്തി അങ്ങ് കൊടുക്കും. അവൻ്റെ തൃപ്തി അങ്ങോട്ട് കൊടുക്കും. മാത്രമല്ല അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് അദാബ് നൽകില്ല. അപ്പോൾ പലർക്കും സങ്കടമുണ്ട്, നോമ്പ് പിടിക്കുന്ന ഒരു ഉസ്താദേ, ഞങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡൊക്കെ വരുമ്പോൾ പറ്റൂലല്ലോ 30 ദിവസം നോമ്പ് പിടിക്കാൻ. വേണ്ടെന്നേ, 25 ദിവസം പിടിച്ചില്ലേ, വേണ്ട 23 ദിവസം പിടിച്ചില്ലേ, കറക്റ്റ്, ബാക്കി 7 ദിവസം പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ, പിടിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലില്ലേ. അപ്പോൾ അള്ളാഹ് കൂലി അങ്ങ് തരും. അള്ളാഹ് കാരുണ്യവാനല്ലേ. ഇനി ഇതൊന്നും പറ്റണില്ല, 30 പറ്റണില്ല, ശരി, ഈ റജബിലെ ആദ്യത്തെ 3 പത്തുകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം നോമ്പ് പിടിക്കാമല്ലോ. 3 പത്തുകളിലും ഓരോ നോമ്പ്. ആദ്യത്തെ 10 നോമ്പ് 1-ാമത്തെ ദിവസം ആയിക്കോട്ടെ, 2-ാമത്തെ 10 മിറാജിൻ്റെ സമയത്തായിക്കോട്ടെ, 3-ാമത്തെ 10 അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഓരോ നോമ്പെങ്കിലും ഓരോ 10 വീതം ദിവസങ്ങളിൽ എടുക്കാനെങ്കിലും നമ്മൾ ശ്രമിക്കണം. അത് വലിയ പുണ്യകരമായ കാര്യമാണ്, വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് റജബിൻ്റെ വലിയ മഹാത്മ്യത്തിൽപ്പെട്ടൊരു കാര്യമാണ്. ഇനി വളരെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു സമ്മാനം തന്നെയാണ്. അത് റജബിൻ്റെ 1-ാമത്തെ രാത്രിയാണ്. നാളെ പിറ കണ്ടാൽ ആ രാത്രി, യാ അല്ലാഹ്, എന്തൊരു അത്ഭുതമാണ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ലോകം കണ്ട ഏറ്റവും വലിയ ആലിമീങ്ങളിൽ ഏറ്റവും വലിയ മഹാൻ സയ്യിദി ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫിഈ തങ്ങൾ പറയണം, 5 രാത്രിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം ഉറപ്പാണ്. 5 രാത്രി അള്ളാഹുവിൽ നിന്നുള്ള ഉത്തരം ഉറപ്പാണ്. അതിൽപ്പെട്ടൊരു രാത്രിയാണ് റജബിലെ 1-ാമത്തെ രാത്രി എന്ന് പറയുന്നത്. നീ എന്ത് ചോദിച്ചാലും അള്ളാഹ് തരുന്ന രാത്രി. എന്ത് ചോദിച്ചാലും, നിൻ്റെ സങ്കടങ്ങൾ എന്തോ ആയിക്കോട്ടെ, മക്കളില്ലേ, കുടുംബ പ്രശ്നങ്ങളാണോ, വീടില്ലേ, കടമാണോ, ബുദ്ധിമുട്ടാണോ,
ഞാൻ മുമ്പ് പറഞ്ഞു, ഇതെല്ലാം നമുക്ക് ചോദിക്കാം. ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ഇതിനേക്കാളേറെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നൊരു ചോദ്യമുണ്ട്. അള്ളാഹുവേ, എനിക്ക് നിന്നെ തരണയല്ല, നിന്നെ തരണയല്ല, നിന്നോടുള്ള സ്നേഹം തരണയല്ല. മുത്തുനബി തങ്ങൾ ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, എനിക്ക് വേണ്ടത് നിൻ്റെ പ്രണയമാണല്ലാ. നമുക്ക് ചോദിക്കാന്നേ, ബാക്കിയൊക്കെ വേണ്ടാന്നല്ല, അതും കൂടെ ചോദിച്ചോ. പക്ഷേ ഇത് മെയിൻ അള്ളാഹുവിലേക്ക് നമ്മൾ തേടുമ്പോൾ, പഠിച്ചവൻ എനിക്ക് നിന്നെ മതിയല്ല എന്ന് പറയുന്നൊരു സന്ദർഭം ഉണ്ടല്ലോ, മനസ്സ് നിറഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ, അള്ളാഹുവിന് അത് എത്രമേൽ ഇഷ്ടമാണെന്നറിയോ. അപ്പോൾ അള്ളാഹു ഏറ്റവും കൂടുതൽ ദുആഇന് ഉത്തരം തരുന്ന 5 രാത്രികളിൽ ഒന്നാമത്തെ രാത്രി, ഒരു രാത്രി അത് റജബിലെ 1-ാമത്തെ രാവാണെന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരുപാട് ദിക്റുകൾ, ഇപ്പോൾ നമുക്ക് അറിയുന്ന ദിക്റ് ചൊല്ലിയാൽ മതി. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലാം. നമുക്കറിയുന്ന ദിക്റുകൾ. അസ്തഗ്ഫിറുല്ലാഹ്, ഇനി ഒന്നും അറിയില്ല, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ധാരാളം ചൊല്ലിക്കോ അല്ലേ. ഇനി രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ? മഗ്രിബ് മുതൽ സുബ്ഹി വരെ, അടിപൊളി. ഇനി അത് പറ്റൂല്ല ഉസ്താദേ, പ്രയാസമാണ്. പറ്റുന്ന അത്രയും. ഇനി എനിക്ക് ഒരുപാട് സമയം ഇരിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്. ശരി, മഗ്രിബ് നിസ്കരിക്ക്, ഐശാ നിസ്കരിക്കുക, അതിൻ്റെ ഇടയിൽ ഓതാനുള്ള യാസീൻ, വാഖിയ, തബാറക ഒക്കെ ഓതുക, റഹ്മാനൊക്കെ ഓതുക. കഴിയുന്ന ദിക്റുകൾ എന്തെങ്കിലും ചൊല്ലുക, കിടന്നുറങ്ങിക്കോ. എന്നിട്ട് തഹജ്ജുദ് എണീക്കുക, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബ്ഹി നിസ്കരിക്കുക. അൽഹംദുലില്ലാ. പുരുഷന്മാരാണെങ്കിൽ ഇതൊക്കെ ജമാഅത്താക്കുക. എത്ര വലിയ പ്രതിഫലമാണ് ആ രാത്രി ഹയാത്താക്കി കിട്ടൂലേ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാ സിഹറും കണ്ണേറും പ്രശ്നവും എല്ലാം പോകുന്ന മനോഹരമായ രാത്രിയാണ്. നമുക്കൊരുമിക്കണം അൽഹംദുലില്ലാ എന്ന സദസ്സിലൂടെ. അള്ളാഹു അതിനെ തൗഫീക്ക് നൽകട്ടെ. മറ്റൊന്ന്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് തുടങ്ങിയാൽ ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബ വ ശഅബാൻ അല്ലെങ്കിൽ റജബിൻ വ ശഅബാൻ, എങ്ങനെ വേണമെങ്കിലും. അല്ലാഹുവേ ബാരിക് ലനാ, നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ, ഫി റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാ. ബല്ലിഗ്നാ റമളാൻ, റമളാൻ ഞങ്ങൾക്ക് എത്തിച്ചേരണേ അല്ലാ. റമളാനിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കണ്ടോ, ഇത് റമളാനിന് മുമ്പ് പെട്ടെന്ന് മരിക്കാതിരിക്കാൻ, ദീർഘായുസ് കിട്ടാനൊക്കെ ഈ പ്രാർത്ഥന ഉപകാരമാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കി റജബിനെ കൽബറിഞ്ഞ് സ്വീകരിക്കാൻ പടച്ചിറപ്പ് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇതെല്ലാവരും മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പണ്ഡിതൻ്റെ കാര്യം പറഞ്ഞിരുന്നു. വല്ലാത്ത പ്രയാസമാണ്, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും സഹായം അയക്കാനായിട്ട് ഇറങ്ങിയെങ്കിലും ക്യാഷ് പോകുന്നില്ല. അപ്പോൾ ആകെ നമുക്ക് വന്നേതാണ്ട് 4000 രൂപയാണ്. ബാക്കി എന്തോ ഒരു പ്രശ്നം നമ്മുടെ അക്കൗണ്ടിന് അത് വന്നിട്ടുണ്ട്, നമ്മുടെ റസ വ്ളോഗ്സിൻ്റെ അക്കൗണ്ടിൽ. നിങ്ങൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ആ എമൗണ്ട് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. ഞാൻ നമ്പർ ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട്, കഴിയുന്നവരൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. അതാണെങ്കിൽ ആകട്ടെ, റബ്ബിൻ്റെ ഖളാ എന്താണ് അത് നമുക്ക് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അദ്ദേഹം നമ്മളോടൊരു സഹായം ആവശ്യപ്പെട്ടു, കടം കൊണ്ട് വലയുന്നൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരൂലേ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി തരുമാറാകട്ടെ. പിന്നെ നമ്മൾ സമ്മാനത്തിലുള്ള ചോദ്യം ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലേ. നമുക്ക് അടുത്ത ദിവസം തന്നെ ആരാണ് വിജയി എന്നുള്ളത് പ്രഖ്യാപിക്കണം. 11000 രൂപയുടെ സമ്മാനം. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചത് ഫത്ഹുൽ മുഈൻ്റെ രചയിതാവ് ആരാണെന്നാണ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ്. വലിയ മഹാനല്ലേ സൈനുദ്ദീൻ മഖ്ദൂം അൽ മഅബരി റളിയല്ലാഹു അൻഹു. പൊന്നാനിക്കാരൊക്കെ ഉണ്ടോ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ പറയണോട്ടോ. പൊന്നാനിയിലുള്ളവർ അവർക്ക് സുപരിചിതരല്ലേ മഹാൻ. ലോകം മുഴുവൻ സുപരിചിതരാണ് മഹാൻ. ഷാഫി മദ്ഹബിലെ പ്രഗത്ഭ ഗ്രന്ഥാണ് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്നത്. അത് ഓതാത്തൊരു ദർസുല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ മഹത്തുക്കളുടെയൊക്കെ മദത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. റജബ് മാസത്തിൽ വഫാത്തായ ഒരു മഹാൻ അല്ലേ, റജബ് മാസത്തിൽ നമ്മൾ ആരുടെ ആണ്ടായിട്ടാണ് പ്രത്യേകിച്ച് പറയാറുള്ളത്? വലിയൊരു മഹാൻ അല്ലേ. അദ്ദേഹത്തിനൊരു പേരുണ്ട്. ഇപ്പം തന്നെ പേര് കിട്ടുന്നുണ്ടാവും എല്ലാവർക്കും അല്ലേ. റജബ് 6 വഫാത്തായ മഹാൻ ആരാണ്? പോരെ, അത്രയും മതിയല്ലോ. പേര് പറയണ്ടല്ലോ. പേര് പറയണോ? വേണ്ടല്ലോ. സുബ്ഹാനക യാ റബ്ബ്, അത്താ ഉർ റസൂൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുകളുണ്ട്. പിന്നെ പാവങ്ങളുടെ നേതാവ് എന്നുള്ളൊരു പേരുണ്ട്. പാവപ്പെട്ടവർക്ക് എല്ലാം കൈയഴിഞ്ഞ് കൊടുക്കുന്ന മഹാൻ. ഞാൻ അതിൻ്റെ ഉറുദു വെർഷൻ പറയുന്നില്ല, പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. റജബ് 6 വഫാത്തായ മഹാൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു സുബ്ഹാനഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ഒരു പക്ഷേ ജമാഅത്തുൽ ആഖിറിലെ അവസാനത്തെ രാത്രി ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ അൽഹംദുലില്ലാഹ് എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് റജബ് അനുകൂലമായി തീരാൻ, അനുകൂലമായൊരു റജബ് ലഭിക്കാൻ നമുക്ക് ദ്വാരക്കണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു കൂട്ടായ്മ റജബ് മുതലൊക്കെ തുടങ്ങിയിട്ട് റമദാൻ കഴിയണത് വരെ റസാ വ്ളോഗ്സിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം. നമുക്ക് എല്ലാ മജ്ലിസും ചൊല്ലേണ്ടതൊക്കെ ചൊല്ലി ഭംഗിയായി. കഴിഞ്ഞ റമദാനിലൊക്കെ ഒരുപാട് ആളുകളില്ലേ, റമദാൻ തീരണത് വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു, ഒരു കുടുംബം പോലെ. അല്ലാഹു അതുപോലെ ആ ഒരു കൂട്ടായ്മയെ ആസ്വദിക്കാൻ പടച്ചറബ്ബ് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു ദൂരീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതത്രയും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. പരിശുദ്ധമായ റജബും ശഅബാനും ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നീ അനുകൂലമാക്കി തരണയല്ല. അതിനു മുൻപ് ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലയല്ല. റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണയല്ല, അനുകൂലമാക്കണയല്ല. പഠിച്ചതെല്ലാം പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകണയല്ല. ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണയല്ല, ഐക്യം നൽകണയല്ല, ഛിദ്രതകളിൽ നിന്ന് കാവലേകണയല്ല, മുറാദുകളെ ഹാസിലാക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, പൊന്നുമക്കളെ നന്നാക്കണയല്ല. വാശി കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കുന്ന മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ സങ്കടം പറയുന്നുണ്ട്. പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല, അധബുള്ളവരാക്കണയല്ല. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചൊരിയണയല്ല. അർഹമുറാഹിമായ ഖാലിഖായ റബ്ബേ, സിഹറുകൾ ഐനുകൾ ബാത്തുലാക്കണയല്ല. കടങ്ങൾ നീ ഏറ്റെടുക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല. പടച്ചവനെ ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് നൽകണയല്ല. കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണയല്ല. മറ്റുള്ള ഒരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഗതികേടിലേക്ക് ഞങ്ങളെ നീ തള്ളിവിടല്ലയല്ല. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണയല്ല. ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫ നൽകണയല്ല. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണയല്ല. ഒരുപാട് കാരണവന്മാർ, പ്രായം ചെന്നവർ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലയല്ല. ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും കുടുംബസമേതം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.